യനപ്പോയ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ മെഡിക്കൽ കോളേജസിൽ ഒന്ന്. യനപ്പോയ ഇനി പഴയ യനപ്പോയയല്ല. വി ആർ ഗോയിങ് ഇന്റർനാഷണൽ. യനപ്പോയ ഈസ് ഗോയിങ് ഇന്റർനാഷണൽ. അതായത് എന്തൊക്കെ ഈ യനപ്പോയ ക്യാമ്പസിൻ്റെ ഉള്ളിൽ നമുക്കുണ്ടോ അതെല്ലാം ഇനി ഒരു ഇൻ്റർനാഷണൽ ക്യാമ്പസിൽ കിട്ടുകയാണ്. അത് കിർഗിസ്ഥാനിലാണ്. അവിടെയുള്ള കിർഗിസ് നാഷണൽ യൂണിവേഴ്സിറ്റി 1925 മുതൽ അവിടെ ക്യാമ്പസ് ഉണ്ട്. 1950 മുതൽ അവിടെ മെഡിക്കൽ കോളേജ് ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് ചേർന്നിട്ട് MBBS പ്രോഗ്രാം യനപ്പോയ ഇപ്പോൾ തുടങ്ങുകയാണ്. നാളെ കൂടുതൽ പ്രോഗ്രാമുകളിലേക്ക് അത് വ്യാപിക്കും. ഇപ്പോൾ MBBS വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അതായത് ഈ ക്യാമ്പസിൽ പഠിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും, ഇവിടെ കിട്ടുന്ന ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, ക്യാൻറ്റീൻ, മെസ്സ്, ഫുഡ് കാര്യങ്ങളെല്ലാം, ഇതെല്ലാം ഇതുപോലെ തന്നെ കിർഗിസ്ഥാനിലുള്ള യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് കിട്ടാൻ പോകാമെന്ന്. അതായത് എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെയുണ്ടോ ഇവിടെയുള്ള ആളുകൾ തന്നെ കിർഗിസ് നാഷണൽ യൂണിവേഴ്സിറ്റി ചെന്നിട്ട് അത് മാനേജ് ചെയ്യാൻ പോകാമെന്ന്. അതായത് ഇവിടെ നമ്മൾ മെഡിസിൻ പഠിച്ചിട്ടുണ്ടെങ്കിലും കിർഗിസ്ഥാനിലെ മെഡിസിൻ പഠിച്ചിട്ടുണ്ടെങ്കിലും ഒരേപോലെ. അതൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് യനപ്പോയ ഉയർന്നു കഴിഞ്ഞു. വിദേശത്ത് പോയി പഠിക്കണം എന്ന് പറയുന്ന സമയത്ത് ആസ് എ പേരൻസ് നമുക്കുണ്ടാവുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. അതിൽ ഏറ്റവും ആദ്യത്തേത്, ഈ പറയുന്ന പോലെയാണോ, ഇങ്ങനൊരു യൂണിവേഴ്സിറ്റി അവിടെ ഉണ്ടോ, അവിടെ അക്കാഡമിക്സ് ഉണ്ടോ, അത് സേഫ് ആണോ, ഡിസ്ക്രിമിനേഷൻ ഉണ്ടോ, റാഗിങ് പ്രശ്നങ്ങളുണ്ടോ, ഫാക്കൽറ്റി എങ്ങനെയാണ്, പ്രാക്ടിക്കൽ ചെയ്യാനായിട്ടുള്ള സ്ഥലം കിട്ടുമോ, ഹോസ്റ്റലുണ്ടോ, അത് ക്യാമ്പസിൻ്റെ അകത്താണോ പുറത്താണോ, എത്ര രൂപയാവും, ആദ്യം ഒരു ഫീസ് പറഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അത് വേറൊരു ഫീസായി മാറുമോ, പറയുന്നതിനേക്കാളും കൂടുതൽ ചിലവുണ്ടോ എന്ന് തുടങ്ങി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇതെല്ലാം പഠിച്ച് തിരിച്ചു വന്നാൽ ഇന്ത്യയിൽ ഇത് വാലിഡ് ആണോ, ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ഉത്തരങ്ങളാണ് ഇന്ന് ഇവിടുന്ന് കിട്ടാൻ പോകുന്നത്. കാരണം യനപ്പോയയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം കിർഗിസ് നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ MBBS കോഴ്സിൽ കിട്ടും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതൊരു മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെയും ജീവനാഡി അത് അക്കാഡമിക്സ് തന്നെയാണ്. അക്കാഡമിക്സ് വിങ്ങിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. കേരളത്തിന് പുറത്ത് പഠിക്കാൻ വിട്ട് കഴിയുമ്പോൾ എപ്പോഴും ഉള്ളൊരു ടെൻഷനാണ്, ആ സ്ഥലം സേഫ് ആയിരിക്കും, അവിടെ ചെന്ന് കഴിഞ്ഞാൽ റാഗിങ്ങും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. യനപ്പോയയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് അത് കയറി വരുമ്പോൾ തന്നെ അവർ കാണിക്കും സെയിം നോ ടു റാഗിങ്. എന്തോരം ഇങ്ങനത്തെ വാർത്തകളൊക്കെയാണ് കേൾക്കുന്നത്. നമ്മൾ പുറത്ത് പോയി കഴിയുമ്പോൾ പിള്ളേർ അങ്ങനെ അനുഭവിച്ചു ഇങ്ങനെ അനുഭവിച്ചു. അപ്പം കിർഗിസ്ഥാനിലേക്ക് വിട്ട് കഴിയുമ്പോഴും കിർഗിസ് നാഷണൽ യൂണിവേഴ്സിറ്റിയിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ, ഡിസ്ക്രിമിനേഷൻ ഉണ്ടോ, റേസിസം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ, ഇവിടെ എന്തൊക്കെയുണ്ട് അവിടെ അതെല്ലാം ഉണ്ട്. ഇവിടെ എന്തൊക്കെയില്ല അവിടെ അതൊന്നുമില്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. അക്കാഡമിക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ക്ലാസ്സുകൾ നടക്കുന്നത് എന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവത്തില്ലേ? ക്ലാസ് റൂമിലേക്കല്ല, നമ്മളൊരു ലെക്ചർ ഹോളിലേക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാ ക്ലാസ്സുകാർക്കും ഇങ്ങനത്തെ ലെക്ചർ ഹോൾസിൽ വന്നിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനൊക്കെ പറ്റും. ലൈവായിട്ട് സെഷൻ നടന്നുകൊണ്ടിരിക്കുക, മിണ്ടരുത്. MBBSലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്ന് അനാട്ടമി ലാബാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഇറ്റ്സ് എ സീക്രട്ട് പ്ലേസ്. സോ പിന്നെ ഈ അനാട്ടമി ലാബിലോട്ട് തോന്നിയ പോലെ കയറാൻ പറ്റത്തില്ല. ഇവിടേക്കെന്നല്ല, യനപ്പോയ യൂണിവേഴ്സിറ്റിയിലോട്ടും അവിടുത്തെ ക്ലാസ്സുകളിലോട്ടും ഒന്നും നമുക്ക് വെറുതെ കയറാൻ പറ്റത്തില്ല. ഇവിടെ ഫേഷ്യൽ റെക്കഗ്നിഷൻ ഉണ്ട്. ബ്ലിങ്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ബ്ലിങ്ക് ചെയ്തു, പക്ഷേ എന്നെ എടുക്കുമോ? അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഈ മുഖം പരിചയമില്ലല്ലോ. ഇമേജ് ക്യാപ്ചർ ചെയ്തു, ഒത്തൻറ്റിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടുത്തെ അംഗമല്ലെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെയാണ് അവർ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് റൂമിലേക്ക് കയറണമെങ്കിലും ഫേഷ്യൽ റെക്കഗ്നിഷൻ നമ്മൾ കൊടുക്കണം. ഇറ്റ്സ് വെരി സേഫ്, വെരി അഡ്വാൻസ്ഡ്. ക്ലിനിക്കൽ ലാബ്, ഹ്യൂമൻ ലാബ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ ഈ ടേബിൾസൊക്കെ ഇല്ലേ, ഇവിടെയാണ് പേഷ്യൻസിനെ കൊണ്ടുവരുന്നതും കിടത്തുന്നതും അവർ ചെക്ക് ചെയ്യുന്നതുമൊക്കെ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ലാബാണ്. നല്ല ഫെസിലിറ്റീസാണ് കേട്ടോ ഇവിടെ. ഇനി
ഇനിയും കുറേ സ്ഥലങ്ങളിൽ പോകാനുണ്ട്. ലൈബ്രറി പോകാനുണ്ട്, പ്ലേ ഗ്രൗണ്ട് കാണാനുണ്ട്, ഹോസ്റ്റൽ കാണാനുണ്ട്, മെസ്സ് കാണാനുണ്ട്. വിങ് കഴിഞ്ഞു. ഇതാണ് ഫിസിയോളജിയുടെ സെക്കൻഡ് വിങ്, ബി വിങ്. നമ്മൾ അടുത്ത ഫ്ലോറിലാണ്. ഈ ഫ്ലോറിൽ നിറയെ ലാബുകളാണ്. ഇപ്പം മൈക്രോബയോളജിയുടെ ലാബുണ്ട്, പാത്തോളജിയുടെ ലാബുണ്ട്, ഓൺകോ പാത്തോളജിയുടെ ലാബുണ്ട്. അപ്പം നിങ്ങൾക്കെല്ലാം അതിൻ്റെ ഉള്ളുവശം എങ്ങനെയായിരിക്കും ഇതിപ്പം ഓൾറെഡി ലാബ് കാണിച്ചു തന്നുകൊണ്ട് മനസ്സിലാവും. ഈ ഫ്ലോറിൽ മുഴുവൻ അങ്ങനെയാണ്. ഇനി നമ്മൾ അടുത്ത ഫ്ലോറിലേക്ക് പോകും. ഈ ഫ്ലോറിൽ ഫോറൻസിക് മെഡിസിൻ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റെം സെൽ ആൻഡ് റീജനറേറ്റീവ് മെഡിസിൻ സെൻറ്റർ, ഇതെല്ലാം ഉണ്ട്. എന്നാലും നമുക്ക് പോകാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള, പെർമിഷൻ കിട്ടാൻ പാടുള്ളൊരു സ്ഥലമുണ്ട്. അതാണ് റിസർച്ച് സെൻറ്റർ. ചോദിച്ചു നോക്കാം, കാരണം അത് ഇവിടുത്തെ സ്പെഷ്യലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. റെസ്ട്രിക്റ്റഡ് പോലെ ഇവിടെ മീറ്റിങ്സ് ഒക്കെ നടക്കുക. ഇത് ചെറിയ ഫെസിലിറ്റിയാണ്. ഇതിൻ്റെ വലിയ ഫെസിലിറ്റിയിൽ തുടങ്ങാമെന്നാണ് മാം പറഞ്ഞത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ചെരുപ്പൊക്കെ മാറണം, കാരണം വളരെ സേഫ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് അവിടെ കീപ്പ് ചെയ്യാനുള്ളതുകൊണ്ട്. അപ്പം ഇനി നമുക്ക് അവിടെ പോകാം. ഞാൻ പറഞ്ഞില്ലേ, റിസർച്ച് സ്ഥലത്തേക്ക് നമ്മൾ പോവാണ്. മെയിൻ സ്ഥലം ഇതാണ്. അപ്പം അതിന് മുന്നേ തന്നെ എൻ്റെ സാൻഡൽസൊക്കെ മാറി, അതുപോലെ ലാബ് കോട്ടൊക്കെ ഇട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനെ ആ ഒരു എൻവയോൺമെൻറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വിദേശത്തേക്ക് പഠിക്കാൻ വിടുമ്പോൾ ഏറ്റവും വലിയ കൺസേൺസിലൊന്ന് ഫുഡ് തന്നെയാണ്. പോകുന്ന പിള്ളേർക്കും പേടിയാണ്, വിടുന്ന പേരൻസിനും പേടിയാണ്. കാരണം അവിടെ നമ്മുടെ നാട്ടിലെ പോലത്തെ ഫുഡ് കിട്ടുമോ, അത് കിട്ടാൻ ഒത്തിരി ദൂരത്ത് പോകേണ്ടി വരുമോ, മെസ്സ് ഉണ്ടോ ഇല്ലയോ. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഓർക്കണം, ഇവിടെ എന്തൊക്കെയുണ്ടോ അത് കിർഗിസ്ഥാനിലും ഉണ്ട്. അതായത് ഇവിടുത്തെ മെസ്സ് എങ്ങനെയാണോ അത് തന്നെയാണ് കിർഗിസ്ഥാനിലെ മെസ്സ്. ഇവിടുത്തെ മെസ്സ്, കിച്ചൺ, ഇതൊക്കെ കാണാനായിട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. സെയിം തന്നെ കിർഗിസ്ഥാനിലും എക്സ്പെക്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് പറ്റും. ഈ ഫുഡെല്ലാം തന്നെ നമുക്ക് കിർഗിസ്ഥാനിൽ കിട്ടും. കാരണം ഇവിടുത്തെ ഷെഫിനെ, ഇവിടെ നിന്ന് അവർ അങ്ങോട്ട് ഷെഫിനെ അയക്കുകയാണ്. ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ലൈബ്രറി തന്നെയാണ്. കാരണം ഇഷ്ടംപോലെ ബുക്കുകൾ റെഫർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു സംശയം വരാം, കിർഗിസ്ഥാൻ പോലൊരു സ്ഥലത്ത് ഇപ്പം എന്നെപ്പോയ അങ്ങോട്ട് അവിടെ മാനേജ് ചെയ്യാണ് കോഴ്സുകളെങ്കിലും ഈ ബുക്സിനെയൊക്കെ അങ്ങോട്ട് എങ്ങനെ എത്തിക്കും, നിങ്ങൾ ഒരുപാട് ബുക്സ് കൊണ്ടുപോകണ്ടേന്നൊക്കെ. അവിടെയാണ് ഈ ലൈബ്രറിയുടെ പ്രത്യേകത. ഞാൻ പറയാം. ഇവിടുത്തെ ലൈബ്രറിയിലേക്കാണ് നമ്മളിപ്പോൾ കയറി വരുന്നത്. വിശാലമായ ലൈബ്രറിയാണെന്നാണ് കേട്ടേക്കുന്നത്. ഇ ലേണിംഗ് സെൻറ്റർ, സെൻട്രൽ ലൈബ്രറി എന്നെപ്പോയാണ്. ഇവിടെ ലൈബ്രറിയിൽ ഇഷ്ടംപോലെ ബുക്കുകളുണ്ട്, ഒരുപാട് ബുക്കുകളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബുക്കുകളെല്ലാം നമുക്ക് കിർഗിസ്ഥാനിലും കിട്ടണം. അതല്ലാണ്ട് പിന്നെ ഈ യൂണിവേഴ്സിറ്റി അങ്ങോട്ട് പോയി എന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ. അവിടെയാണ് എൻമെഡ് എന്ന് പറയുന്ന ഒരു ആപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. എല്ലാ ബുക്കുകളും ഡിജിറ്റൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് വായിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പം വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ, വിദേശത്തേക്ക് പോകുമ്പോൾ ഇന്ത്യൻ ബുക്കുകൾ നമുക്ക് റെഫർ ചെയ്യാനെല്ലാം വേണ്ടി വരും. അപ്പോൾ സാധാരണ കുട്ടികൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടുന്ന് ബുക്കുകൾ മേടിച്ച് അത് അവരുടെ ലഗേജിൻ്റെ കൂടെ കൊണ്ടുപോകണം. അതിന് തന്നെ 9-10 കിലോ പലരും കളയാറുണ്ട്. പക്ഷേ ഈ ബുക്സ് ആയതുകൊണ്ട്, അതായത് ഡിജിറ്റൽ ബുക്സ് ആയതുകൊണ്ട് എൻമെഡ് ആപ്പിൽ നിങ്ങൾക്കത് എല്ലാം ആക്സസ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്കൊരു ക്ലാസ് മിസ്സായെന്ന് വിചാരിക്കാം, അപ്പം ഇവർക്ക് ഈ ആപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ്, ആ അവർ റെഫർ ചെയ്യാം. ആബ്സെൻ്റ് ആയ ദിവസത്തെ ആ ഒരു സിലബസിനെ കുറിച്ചുള്ള പേടി ആവശ്യമില്ല. എൻമെഡ് ആപ്പിൽ ഇതെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ലെസൺസ് എല്ലാം ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം ഈ ഒരു ആപ്പിൽ കിട്ടും. അതായത് എന്തെങ്കിലും നിങ്ങൾക്ക് മിസ്സായാൽ അവിടെ പോകുന്നു, നിങ്ങൾ പിന്നെയും പഠിക്കുന്നു. എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണം, വീണ്ടും ആപ്പിൽ ചെല്ലുന്നു. അതായത് ഇതുപോലൊരു ആപ്പ് പാടാണ്.
ഈ മൊത്തം ലൈബ്രറി ആപ്പിനുള്ളിലുണ്ട്. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ സമഗ്ര വിദ്യാഭ്യാസമാണ്. പലപ്പോഴും പലരും കോളേജുകളൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് ക്ലാസ് റൂം എങ്ങനെയുണ്ടെന്ന് നോക്കും, ലാബ് എങ്ങനെയുണ്ടെന്ന് നോക്കും. പക്ഷേ ക്യാമ്പസിൽ എന്തോരം സ്ഥലമുണ്ട്, അവർക്ക് ഒരു ഉല്ലാസത്തിനുള്ളൊരു സ്പേസ് ഉണ്ടോ? ഫുട്ബോൾ കളിക്കാൻ, ബാസ്കറ്റ് ബോൾ കളിക്കാൻ, അല്ലെങ്കിൽ എല്ലാവർക്കും ഒന്ന് നിൽക്കാനുള്ള സ്പേസെങ്കിലും ഉണ്ടോ എന്ന് പലരും നോക്കാറില്ല. യനപ്പോയയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് അവരുടെ ഇത്രയും വലിയ പ്ലേ ഗ്രൗണ്ടാണ്. അതുപോലെ അവരുടെ ക്യാമ്പസ് എത്ര നേരം വേണമെങ്കിൽ ആർമാദിച്ച് ഉല്ലസിച്ച് നടക്കാനായിട്ടുള്ള സ്ഥലം ഇവർക്കുണ്ട്. ഇതുപോലത്തെ ഫെസിലിറ്റീസാണ് കിർഗിസ്ഥാനിൽ നമ്മൾ ഇവർക്ക് കൊടുക്കാൻ പോകുന്നത്. യനപ്പോയയുടെ 25 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാണ്, സിൽവർ ജൂബിലി ഇയർ ആണ്. എൻ്റെ കൂടെ ഉള്ളത് അതിൻ്റെ പ്രിൻസിപ്പൽ MS മൂസബ ഡോക്ടറാണ്. ഈ മെഡിക്കൽ കോളേജ് സ്റ്റാർട്ട് ചെയ്ത് 1999 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ MBBS ഇൻടേക്ക് 100 ആയിരുന്നു. 2011 അത് 150 ഇപ്പോൾ ഞങ്ങൾ 250 സ്റ്റുഡൻസ് ഓൾ ദ MBBSനുണ്ട്. ലാസ്റ്റ് 2023 ഇത് 250 ആയി. അതുകൂടാതെ ഞങ്ങൾക്ക് 21 സബ്ജക്ട്സിൽ ഞങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്. ആൻഡ് 3 സബ്ജക്റ്റിൽ ഞങ്ങൾക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ഉണ്ട്. യൂറോളജി, സർജിക്കൽ ഓങ്കോളജി ആൻഡ് ഓങ്കോപത്തോളജി. ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചോളം 3 കാര്യങ്ങളാണ്. ഒന്നും മാനേജ്മെൻറ്റ്, മെയിൻലി പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ പറയും. ഒന്നും മാനേജ്മെൻറ്റാണ്, രണ്ടാമത് ഇൻഫ്രാസ്ട്രക്ചറാണ്, മൂന്നാമത് സ്റ്റാഫാണ്. ഇപ്പോൾ കിർഗിസ്ഥാനിലേക്ക്, ഇപ്പോൾ കിർഗിസ് നാഷണൽ യൂണിവേഴ്സിറ്റി ആയിട്ട് ചേർന്നിട്ട് MBBS അവിടെ വരികയാണല്ലോ. അപ്പം നമ്മളെല്ലാം മനസ്സിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അപ്പം ഇതുപോലെ ഈ കിട്ടുന്ന പോലത്തെ ഒരു കെയർ, കംഫർട്ട്, സുരക്ഷിതത്വം, അതുപോലെ ആ അക്കാഡമിക് ക്വാളിറ്റി ഇത് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം. പ്രൊവൈഡിങ് ഞാൻ പറഞ്ഞില്ലേ, 3 തരാണ്. 3 ബേസിക് ഇത് വേണ്ടിയത്. ഒന്നിത് മാനേജ്മെൻറ്റ് ഞാൻ പറഞ്ഞില്ല, രണ്ടാമത് ഇൻഫ്രാസ്ട്രക്ചർ. ഞങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഈ 2019 ശേഷം NMC ഒരു പുതിയൊരു ഇതാക്കുന്നത്, CBME കോമ്പറ്റൻസി ബേസ്ഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. കോമ്പറ്റൻസി ബേസ്ഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ നോട്ട് ഓൺലി അക്കാഡമിക്, അവർക്കുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് മോസ്റ്റ് ഓഫ് ദ സം ഓഫ് ദ ഇത് ഇതിൻ്റെ കോമ്പറ്റൻസി ബേസ്ഡാണ്. നമ്മൾ ആദ്യം സിമുലേഷൻ നമ്മൾ അവർക്ക് കൊടുക്കണം. രണ്ടാമത് നമ്മൾ അനിമൽസിൽ നമ്മൾക്ക് അവർക്ക് ട്രെയിനിങ് ചെയ്യും. മൂന്നാമത് നമ്മൾ ഹ്യൂമൻ ബീയിങ്സിൽ നമ്മൾ ചെയ്യും. ഓൺലി ഞങ്ങൾ ഇവിടെ അടുത്ത് ഞങ്ങളെ AXIOM എന്ന് പറഞ്ഞത് ഞങ്ങളെ സിമുലേഷൻ സെൻറ്ററാണ്. അതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സിമുലേഷൻ സെൻറ്റർ. രണ്ടാമത് ഞങ്ങൾക്ക് ഇത് ഉണ്ട്, യാതെന്ന് പറഞ്ഞാൽ ഹ്യൂമൻ കഡാവറിക് ലാബ്. നിങ്ങൾ ആദ്യം സർജറി ഇതെല്ലാം പഠിപ്പിക്കുന്നതിന് ഹ്യൂമൻ ബീയിങ്സിൽ ജീവനുള്ള മനുഷ്യരിൽ മുമ്പ് ഞങ്ങൾ കടാവരിക്കിൽ ഞങ്ങൾക്ക് 24 കടാവർസ് വെക്കുന്ന ഫെസിലിറ്റീസ് ഞങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ റോബോട്ടിക് സർജറി ഫെസിലിറ്റീസ് എല്ലാം ഞങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫുള്ളി ദിസ് വൺ ഓക്യുപ്പൈഡ് ആണ് ഞങ്ങളെ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ ഈ 3 കാര്യങ്ങളും ഞങ്ങൾ അവിടെ സ്റ്റാഫ് 100% ഡെഡിക്കേറ്റഡ് സ്റ്റാഫ്. അതുപോലെ 3 ഈ പാരാമീറ്റേഴ്സ് അവിടെ ഞങ്ങൾ കിർഗിസ്ഥാനിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാണ്. ഡെഫിനറ്റ്ലി വി വിൽ ഗെറ്റ് ദിസ് വൺ. താങ്ക്സ് എ ലോട്ട് ഡോക്ടർ. ഈ ഒരു ചോദ്യം ബെസ്റ്റ് ഫോർ ദ എനി സ്റ്റുഡൻസ് ഹു ആർ കമ്മിങ് ഫോർ ദ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സിമുലേഷൻ ലാബ്സിൽ ഒന്നാണ് യനപ്പോയയിലുള്ളത്. അതിനെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ട് എനിക്കറിയത്തില്ല. എൻ്റെ കൂടെ ശ്രേയ ഉണ്ട്. ശ്രേയ എൻ്റെ മനസ്സിലാക്കലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റിൻ്റെ അടുത്തോട്ട് നേരെ ചെന്ന് പരീക്ഷിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് അതിന് മുന്നേ നമുക്ക് ചെയ്യാൻ പറ്റും, അത്രേ എനിക്കറിയുള്ളൂ. എക്സാക്ട്ലി അത് തന്നെയാണ്. സ്റ്റുഡൻസിന് പേഷ്യൻ്റ് എടുത്ത് പോകുന്നതിന് മുന്നേ നമ്മളിവിടെ വന്നിട്ട് ട്രെയിനിങ് ചെയ്യും. ലൈക്ക് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ആണ് മെയിൻലി ഇവിടെ നടക്കുന്നത്. സോ എല്ലാവർക്കും ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് കിട്ടും. അതാണ് മെയിൻലി ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയുള്ളത്? അതായത് നമ്മൾ വരുമ്പോൾ എന്താ ചെയ്യുക? ഇപ്പോൾ ഞാൻ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഞാൻ വരുമ്പോൾ എനിക്ക് ഈ ഇതിൽ ട്രൈ ചെയ്യാൻ പറ്റുമോ? റിയൽ ലൈഫ് ലൈക്ക് നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റിനനുസരിച്ച് നമ്മൾ ട്രെയിനിങ് തരും. നിങ്ങൾക്ക് ഏത് ഏരിയയിലോട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ട്രെയിനിങ് തരും. നമുക്ക് ഒരെണ്ണം കാണാൻ പറ്റും. ഓക്കെ, ഷുവർ.
Yenapoya is celebrating 25 years. It's Silver Jubilee, and we are really proud to interview the Dean, Dr. Abhay Nirgude. Doctor, welcome. Okay, well, thank you. We are extremely proud to be part of this prestigious university, Yenapoya deemed to be university. Yenapoya Medical College is the constituent unit of this Yenapoya deemed to be university, and we are celebrating the 25th year, that is the Silver Jubilee celebration. Not only me as a dean, each and every faculty, the stakeholders, the students, the alumni, the professionals, all are very much proud of this university's of 25 years journey. And happy to know that Yenapoya Group as such is going internationally to offer the medical courses. As a group, they are offering it, and proud to see that this group, and I wish all good wishes to that new beginning. I hope the education environment at that institute, International Kyrgyzstan, also I wish all the best wishes, and I hope that they can also make a very good produce good quality medical graduates. Thanks a lot, Doctor. Thank you for your time. യെനപ്പോയയുടെ അകത്തളങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞു. ഇവിടെ എന്തൊക്കെയുണ്ട്, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, എല്ലാം മനസ്സിലായി. യെനപ്പോയ കിർഗിസ് നാഷണൽ യൂണിവേഴ്സിറ്റിയിലും ഇങ്ങനെ തന്നെയാണ്. ഇവിടെ എന്തൊക്കെ സൗകര്യങ്ങൾ കിട്ടുന്നുണ്ടോ അതെല്ലാം അങ്ങനെ തന്നെ അവിടെ കിട്ടും. അപ്പോൾ MBBS സീറ്റിനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ, അഡ്മിഷൻ എടുക്കണമെന്ന് സംശയിക്കുകയാണെങ്കിൽ ആ സംശയം അങ്ങ് മാറ്റി വെച്ചേരെ. ഇവിടുത്തെ എല്ലാ സൗകര്യങ്ങളും ഇതുപോലെ തന്നെ അവിടെയും കിട്ടും. അപ്പോൾ മടി വിചാരിക്കാണ്ട്, സംശയിക്കാണ്ട് ധൈര്യമായിട്ട് ആ സീറ്റ് ബുക്ക് ചെയ്തു.